Hi all, Mind Mastery Magic. ഈ പ്രോഗ്രാം വൺ ഡേ മൈൻഡ് മാസ്റ്ററി particularly ഫോർ ബിസിനസ് പീപ്പിൾ ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മുടെ ജോലിയിൽ ഉയർച്ച വരാനും ബിസിനസ്സിൽ ഇപ്പം ഞാനിത് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നത്. സാധാരണ ഇത് 2 days പ്രോഗ്രാം ആണല്ലോ. ഇത് കംപ്രസ് ചെയ്ത് ഇതൊരു പർട്ടിക്കുലർ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ ബിസിനസ് ഉള്ള ആൾക്കാർക്ക് ബിസിനസ് പെട്ടെന്നൊന്നും ബൂം ചെയ്യിക്കാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ കരിയറിൽ അപ്പോൾ ഞാൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് ഇതിനൊന്ന് പറയാം. മൊത്തം ഒന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് അറിയാൻ പറ്റും. ഈ ഒരു പ്രോഗ്രാം ചെയ്യുക വഴി നിങ്ങൾക്കൊരു ബെറ്റർ ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇതിൽ കൂടെ കിട്ടും. അതുപോലെ നിങ്ങൾക്കൊരു സെൻസ് ഓഫ് പർപ്പസ് കൂടാനായിട്ട്, എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു ഫോക്കസും കോൺസെൻട്രേഷനും എപ്പോഴും മെച്ചപ്പെടാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ഒരു ഗ്രേറ്റർ ക്ലാരിറ്റി ഓഫ് തോട്ട്, നമ്മുടെ ചിന്തകൾക്കൊരു വ്യക്തത വരും. അതുപോലെ തന്നെ ഒരു ഗ്രേറ്റർ സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് എൻഹാൻസ്ഡ് സെൽഫ് അവെയർനെസ്. ഇപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഉള്ളിൽ പോയി നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ 2 days വേണം. ഇതിപ്പോൾ നമുക്ക് ബിസിനസ്സുകാർക്ക് കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്നവർക്കാണേലും ഒറ്റ ദിവസം കൊണ്ടൊരു ക്രാഷ് പ്രോഗ്രാം പോലെ മനസ്സിലാക്കിയിട്ട്, അപ്പോൾ അതോടുകൂടി അവരുടെ ബിസിനസ്സിനെ അടുത്ത ഓർബിറ്റിലേക്ക്, അടുത്ത ലെവലിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റണം. അതോടൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യുന്നവരിൽ, കരിയറിൽ, പ്രൊഫഷണലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവരിന്ന് വരെ പോയിട്ടില്ലാത്ത, പ്രത്യേകിച്ച് നമ്മൾ 2024, അപ്പോൾ അതൊരു മാറ്റത്തിൻ്റെ വർഷമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഒരു ബെറ്റർ സെൽഫ് കൺട്രോൾ ഉണ്ടാക്കാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുകളിൽ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനായിട്ട്, ഗ്രേറ്റർ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, നമുക്കൊരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഇതിൽ കൂടെ കൊണ്ടുവരാനായിട്ട് വരണം. പിന്നെ ഒരു ഇൻക്രീസ്ഡ് ബിസിനസ് സക്സസ് ഇതിൽ കൂടെ വരണം. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് കരിയർ അഡ്വാൻസ്മെൻറ്റ് ഇതിൽ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റർ പ്രൊഫഷണൽ ഗ്രോത്ത്. പിന്നെ നമുക്ക് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇംപ്രൂവ്ഡ് ലേണിംഗ് എബിലിറ്റീസ്, പഠനത്തിന് കൂടുതൽ സാധ്യത വരണം. ബെറ്റർ സ്റ്റഡി ഹാബിറ്റ്സ് ഫോം ചെയ്യാൻ പറ്റണം. പിന്നെ എപ്പോഴും നമുക്ക് എനർജി ലെവൽ ഉയർത്തി തന്നെ നിർത്താനായിട്ട് പറ്റണം. പിന്നെ നമുക്കൊരു ബെറ്റർ മെഡിറ്റേഷൻ പ്രാക്ടീസസ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട്, നമ്മുടെ വിൽ പവർ കുറച്ചുകൂടെ ഉയർത്താനായിട്ട്, അതുപോലെ മനസ്സിനെ ശുദ്ധി ചെയ്യാനായിട്ട് നമുക്ക് ഗ്രേറ്റർ ഫോർഗീവ്നെസ്, എൻഹാൻസ്ഡ് ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് മൊത്തത്തിലൊന്ന് മാറ്റണം. അതുപോലെ തന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ നിമിഷവും നമ്മളെ നിൽക്കണം. പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രേറ്റർ ക്ലാരിറ്റി അബൌട്ട് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗോളിനെ കുറിച്ച്. പിന്നെ നമുക്ക് പ്രോബ്ലംസ് എപ്പോഴാണെങ്കിലും ഇനിയും വരാം, എക്കാലത്തും വന്നുകൊണ്ടിരിക്കാം. പക്ഷേ അത് വരുമ്പോൾ തന്നെ നമുക്ക് പ്രോബ്ലത്തെ, ഓബ്സ്റ്റക്കിൾസിനെ സോൾവ് ചെയ്യാനായിട്ടൊരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട്. പിന്നെ ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് ഇതിൽ കിട്ടണം. ഇൻക്രീസ്ഡ് മോട്ടിവേഷൻ ആൻഡ് ഡ്രൈവ് എപ്പോഴും നമ്മൾ നിൽക്കണം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ലീഡർഷിപ്പ് സ്കിൽസ് ഉപയോഗിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആകണം. സെൽഫ് കോൺഫിഡൻസ് ഒത്തിരി കൂടണം. അൺകണ്ടീഷണൽ ലവ് നമുക്ക് ഒത്തിരി കൂടണം. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് കുറച്ചുകൂടെ ബെറ്റർ ആകണം. ആൻഡ് ബെറ്റർ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ്. എപ്പോഴും കുടുംബത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ബിസിനസ്സിലൊക്കെ നമുക്ക് നമ്മളറിയാതെ കോൺഫ്ലിക്ട്സ് നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒഴിവാക്കാൻ പൂർണ്ണമായിട്ടും പറ്റത്തില്ല. പക്ഷേ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം. പിന്നെ ഇൻക്രീസ്ഡ് അഡാപ്റ്റബിലിറ്റി, മാറുന്ന സാഹചര്യം നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്ക് അതിനനുസരിച്ച് മാറാം. പിന്നെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഇതിൽ കൂടെ പഠിക്കണം. എൻഹാൻസ്ഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. അതുപോലെ ഗ്രേറ്റർ ഡിസിപ്ലിൻ, നമ്മുടെ എല്ലാം വിജയത്തിന് ഏറ്റവും അത്യാവശ്യം, പലർക്കും മിസ്സിങ് ആയിട്ടുള്ളത് ഡിസിപ്ലിനാണ്. അപ്പോൾ ഗ്രേറ്റർ ഡിസിപ്ലിൻ ഇതിൽ കൂടെ ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്രയും സബ്ജക്റ്റുകൾ ഒറ്റ ദിവസം കൊണ്ട് തീരുവന്ന്. അപ്പം എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ, നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഐഡിയാസ് നിങ്ങളിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഗുഡ് ട്രെയിനറോ ബാഡ് ട്രെയിനറോ ഇല്ല. ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മുടെ ട്രെയിനീസിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റുന്നവരാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ട്രെയിനേഴ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് എൻഹാൻസ്ഡ് ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് കണക്ഷൻസ് ഇവിടെ തന്നെ ഈ ക്ലാസ്സിൽ വെച്ച്, ഇത് കുറച്ച് വലിയ ക്ലാസ്സാണ്, ഇതിൽ തന്നെ കൊടുക്കാനായിട്ട് കഴിയുക. ആക്സസ് ടു വാല്യുബിൾ റിസോഴ്സസ് ആൻഡ് കോൺടാക്ട്സ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നമുക്ക് ചേർന്ന ആൾക്കാരെ, ബിസിനസ്സിനൊക്കെ പാർട്ട്നേഴ്സ് ആകാൻ പറ്റിയ മാച്ച് മേക്കിംഗ് പോലെ, അപ്പോൾ ലൈക്ക് മൈൻഡഡ് ആൾക്കാരെ കണ്ടെത്താനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ കാഴ്ചപ്പാടും, അതുപോലെ തന്നെ നമ്മുടെ ചാലഞ്ചസ് അവരുടെ കാഴ്ചപ്പാടുമായിട്ട് ചേർത്ത് വെച്ച് പുതിയ ഓപ്പർച്യൂണിറ്റീസ്.
പിന്നെ എപ്പോഴും നമ്മുടെ ഒരു മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ പരിപാടികൾ കഴിയണം. നമ്മുടെ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മുടെ സ്ഥാപനത്തെ കുറച്ചുകൂടെ, അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ ബിസിനസ് ആണെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഒന്ന് സ്കിൽഫുള്ളായിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കണം. പിന്നെ ഗ്രേറ്റർ ഫൈനാൻഷ്യൽ IQ നമ്മുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുന്ന വർഷങ്ങൾ ഈ 70, 80, 90 വയസ്സുകളിലും ജീവിക്കാനുള്ള കരുതൽ നമുക്ക് വേണം. കാരണം സയൻസ് ഒരുപാട് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക, 100 വയസ്സിന് മുകളിൽ ജീവിക്കുന്ന കാലഘട്ടം. ഇനി ഡീപ്പർ സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് മീനിങ്, ഇൻക്രീസ്ഡ് സെൽഫ് എസ്റ്റീം, ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻക്രീസ്ഡ് എബിലിറ്റി ടു ചേഞ്ച്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യും. 2024 ചേഞ്ചിൻ്റെ ഒരു വർഷമാക്കണം. ആൻഡ് എൻഹാൻസ്ഡ് ടീം വർക്ക് സ്കിൽസ്, നമ്മുടെ ടീമിൽ എല്ലാവരും സന്തുഷ്ടരായിരിക്കണം. ഗ്രേറ്റർ എമ്പതി, അതുപോലെ തന്നെ നമുക്ക് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ അവെയർനെസ് ആൻഡ് പേഴ്സണൽ വാല്യൂ, നമ്മുടെ മൂല്യങ്ങൾ അറിയാനായിട്ടുള്ള, ആദർശങ്ങൾ അറിയാനായിട്ട്. ഗോൾ സെറ്റിങ്ങിനകത്ത് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള, നമ്മൾ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സെൽഫ് കമ്പാഷൻ. പിന്നെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കണം. ബെറ്റർ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള വിവിധങ്ങളായ ടീമുകളുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാനായിട്ട്. റിജക്ഷൻസിനെ നേരിടാനായിട്ട് റിജക്റ്റ് ദ റിജക്ഷൻസ്, അതിനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. അൺസർട്ടനിറ്റി, നമുക്ക് എങ്ങനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി ഫേസ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള തിങ്കിങ്ങിലോട്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും. ക്രോസ് ഫങ്ഷണൽ കൊളാബറേഷൻസ്, എല്ലാ സ്ഥലത്തും നമുക്ക് കൊളാബറേഷൻസ്, പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി എങ്ങനെ നമുക്ക് മറികടക്കാം. പിന്നെ നമുക്ക് ടാസ്കുകൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും കണ്ടെത്താനായിട്ട് നമ്മുടെ മൈൻഡിനെ എങ്ങനെ ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും, ബ്രെയിനെ ട്യൂൺ ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് എത്തിക്കൽ കൺസിഡറേഷൻ നമ്മൾ ബിസിനസ്സിൽ കൂട്ടുന്നത് എങ്ങനെയാണ്. പിന്നെ കസ്റ്റമർ സർവീസ് സ്കിൽസ് കുറച്ചുകൂടി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് എബിലിറ്റീസ് എങ്ങനെ കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു മെൻറ്ററിങ് ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും. ടെക്നോളജി വെച്ച് നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ലെവറേജ് ചെയ്യുക. നമുക്ക് 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ഇൻഡസ്ട്രി ഡിസ്റപ്ഷൻസ്, എവിടെയൊക്കെ മാറ്റങ്ങൾ, ഗ്രൗണ്ട് റൂൾ മാറി വരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം. അതുപോലെ ലീഡ് ചേഞ്ചസ് ആൻഡ് ടേക്ക് ഇനിഷ്യേറ്റീവ്സ്. അതുപോലെ നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മനസ്സുകൊണ്ട് ഫോം ചെയ്യാനായിട്ടുള്ള ഉത്തേജനങ്ങൾ കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സ്കിൽസ് അത് നമുക്ക് കൂടുതൽ ആർജിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ലീഡർഷിപ്പിൽ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റണം, സ്കില്ലുകൾ കൂടുതൽ നമുക്കതുപോലെ തന്നെ കസ്റ്റമർ റിട്ടൻഷൻ സ്ട്രാറ്റജീസ്, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് വിട്ടു പോകാനായിട്ടുള്ള ഇടവരരുത്. അപ്പോൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ് നമുക്കെപ്പോഴും അതിലൂടെയാണ് നമുക്ക് വളരാനായിട്ട് ഏറ്റവും എല്ലാ സ്ഥലത്തും കൊളാബറേഷൻസ്. എത്തിക്കൽ ലീഡർഷിപ്പ്, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനെ ഗ്രേറ്റർ സക്സസ്സിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കോഴ്സാണ്. രാവിലെ 9 മണിക്ക് മുമ്പേ വരണം. എപ്പോഴും ഒരു 10 മിനിറ്റ് നേരത്തെ വരണം. അപ്പോൾ 9 മണിക്ക് തുടങ്ങി പലപ്പോഴും നമുക്ക് പറ്റുന്നത് 9, 9:15 വരും. അപ്പോൾ ആദ്യം തുടക്കം കിട്ടാതെ വരുമ്പോഴത്തേക്കും ഉച്ചവരെ ഒരു പകച്ചു പോകുന്നു. ആ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യരുത്. 9 മണിക്ക് മുമ്പ് വരണം. 6 മണിക്കാണ് തീരുക. അപ്പം അതിനകത്ത് നമുക്ക് മാക്സിമം 1 മിനിറ്റ് പോലും കളയാനില്ല. കാരണം ഇതൊരു ക്രാഷ് പ്രോഗ്രാമാണ്. ഒറ്റ ദിവസം നമുക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് കുതിച്ചു ചാടാനായിട്ട് കഴിയണം. ഈ ഒരു ഷോർട്ടർ ക്രാഷ് പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന് അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയോ ബന്ധപ്പെടുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുവഴി പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും എന്നുള്ളത് ഉറപ്പുവരുത്താം. ഓൾ ദി ബെസ്റ്റ്.